Every single university in India, the students should know this. And I'm saying this for them. Every single university in India today has a vice chancellor from the RSS. Does not have the courage to come and sit here. I saw the Home Minister, sir, carcade, with the Home Minister sitting inside the car, like that, looking, shaking. ആകാശത്തിന്റെ കാലുവെട്ടാനോ അദാനിയുടെ കൂട്ടോ ആഗ്രഹിച്ചവരല്ല. ആത്മഹത്യ ചെയ്ത കൂടപ്പുറപ്പുകളുടെ ഇല്ലാതായ ശബ്ദമാകാനെത്തിയവരാണ്. പോലീസാണോ ഗൂണ്ടകളാണോ ഇരച്ചെത്തിയവർ? ആ കുട്ടികൾ നേരിട്ട നരനായാട്ട് പാകിസ്ഥാൻ ചൈനീസ് അതിർത്തിയല്ല. AK-47 7 റൗണ്ട് പെല്ലറ്റിൽ ഷൂട്ട് ഡൗൺ. അരിപ്പ പോലെ മുറിവേറ്റ രാജ്യത്തിന്റെ ഫ്യൂച്ചർ ജനറേഷൻ ആ വേദന നേരിൽ കണ്ട ധാർമ്മിക രോഷത്തിലോ രാജ്യത്തിന്റെ LOP ലോക്സഭയിൽ നിന്ന് ഡെയറിംഗ് ആൻഡ് സ്കാറ്റിംഗ് അറ്റാക്കാണ്. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ ഡൽഹി പോലീസ് ആരുടെ ഉത്തരവിൽ കുട്ടികൾക്ക് നേരെ തോക്കെടുത്തുവെന്ന ആവർത്തന ചോദ്യം. 3 സെക്ഷൻ ആൾക്കാരെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ്. 1 വിദ്യാർത്ഥികൾ, പ്രായം നോക്കാതെ എപ്പോഴും പഠിക്കുന്നവർ. 2 ഇഡിയറ്റ്സ്, വിഡ്ഢികളാണ്, ഒരു ചുക്കും അറിയാത്തവർ, പക്ഷേ സൂര്യനാട് എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നവർ. 3ാമത്തെ സെക്ഷൻ അന്തം ഭക്തരാണ്, വിഡ്ഢികളെക്കാൾ മോശം. മേൽപ്പറഞ്ഞ വിഡ്ഢികളാണ് അന്തം ആരാധനാപാത്രങ്ങൾ. അത് പറഞ്ഞപ്പോഴേക്കും സർക്കാർ ബെഞ്ചിൽ ആകെ ബഹളം, മൈക്കോഫാക്കൽ, എരിപൊരി വെപ്രാളം. സാർ, സഭയിൽ വിഡ്ഢികളെന്ന് പറയരുത്. ആ ബഹളത്തിനിടയിലും ആഞ്ഞു പറയുന്നു രാഹുൽ ഗാന്ധി, വിദ്യാർത്ഥികളെ നിങ്ങളുടെ ശത്രുക്കൾ RSS ആണ്, അവർക്ക് പ്രധാനം നിങ്ങളുടെ ഭാവിയല്ല, പ്രധാനം നിങ്ങളെ അന്തം ഭക്തരാക്കലാണ് ലക്ഷ്യം. ലോക്സഭയിൽ പേടിയില്ലാത്ത ഡയറക്റ്റ് അടി. ആരുടെ രാജി? ഏത് രാജി? മന്ത്രിമാർ രാജിവെക്കാൻ UPA സർക്കാർ, NDA സർക്കാർ എന്ന് രാജ്നാഥ് സിംഗ് അന്ന് പറഞ്ഞ അധികാരത്തിന് സാഫ്രൺ നയം, അലംഘനീയ പ്രമാണം, വിദ്യാർത്ഥി കരുതിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ ജാള്യത്തിൽ പ്രതികാര നടപടി ഉണ്ടാവില്ലെന്ന് വാഗ്ദത്തം ലംഘിച്ച് ഒറ്റതിരിഞ്ഞ് വേട്ട എന്നാരോപിക്കലാണ് CJP. ആ സംഘപരിവാർ എക്കോസിസ്റ്റത്തിന് നെടുമ്പുറത്ത് കിട്ടിയ അടിയാണ് പ്രധാന രാജി. ആ പരാജയ ഭാരതത്തിൽ എന്ത് വൃത്തികേടും പറയാമെന്നാണോ? രാജ്യത്തിന്റെ യുവതലമുറ ഗട്ടർ ജനറേഷൻ, ഫിൽത്ത്, ഗാർബേജ്, അഗ്ലി എന്നൊക്കെ ഒന്ന് വായി തോന്നി ഛർദ്ദിച്ചു വെക്കാൻ ഏതെങ്കിലും സൈബർ കുഴുത്തുരുമ്പല്ല. BJPയുടെ മാണ്ഡി MP ആണ് കാങ്കാണ. ഞാനാണെങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ കൊല്ലും, ശവങ്ങൾ പെറുക്കി മാറ്റി 4 മണിക്കൂർ കൊണ്ട് ക്ലീനാക്കും. കൊച്ചുമക്കളുടെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണോ തന്റെ തെമ്മാടി വർത്താനം? കരിമൂർക്കം ചീറ്റുവോ? ഈ അളവിൽ കാളകൂടം, ഉളുപ്പില്ലാതെ എന്നങ്ങ് റേപ്പ് മോങ്കറിംഗ് ആണ്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്നാണ് വൈകൃതം, പന്ന വർത്താനം. സൈദ്ധാന്തിക നേരത്തെ കൺവീനറാണ്. ബൗദ്ധിക് സെൽ ഭാജപ. ഏത് കങ്കണയാണെങ്കിലും ബൗദ്ധിക് സെല്ലാണെങ്കിലും ആ കുട്ടികളുടെ കൈവാക്കിൽ പോയി നിൽക്കരുത്. ഡൽഹി പോലീസിൽ ലാത്തിയും തോക്ക് പേടിക്കാത്തവരാണ്. രാഷ്ട്രത്തിന് നാരീശക്തി, യുവശക്തി, ഈ മഹാരാജ്യത്തിന്റെ ഫ്യൂച്ചറാണ്. സംഘസാറെ അവർ നിങ്ങൾ കണ്ട പിള്ളേരല്ല. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. SFI ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ഐഷി ഘോഷ്, രാജു പി നായർ, പി ശ്യാമൻ, അഡ്വക്കേറ്റ് പ്രതാപ് പത്മനാഭൻ, ശ്രീ ആദർശം സജ്ജൻ ചർച്ചയിൽ. ആദ്യം ഞാൻ ഐഷിയിലേക്ക് പോകുന്നു. ഗുഡ് ഈവനിങ് ഐഷി. ഐ ക്യാൻ സീ എ സ്കാർ on your forehead, the injuries you sustained during the goons attack in JNU. Aishi, years past, there are widespread allegations that protesters across the country are being systematically targeted and persecuted. What exactly happened to you, Aishi? So there is a case which has been going on from 2021. And we know that how the Delhi police yesterday entered into the political party office in the AKG Bhavan headquarters. So that is how the police is trying to target post the protest in Jantar Mantar. That old cases that are there, which is going on in courts, they are picking up those cases and trying to target us and threaten us with arrests. The police was in communication with me personally. We had already communicated about our application for the court. Despite that, yesterday they traced me down because there was no possibility of them knowing where I am. So suddenly them going there with my photo and saying that you have to be arrested from here because there are orders clearly shows that how the police have become impatient in targeting students who have been active in the protest in the last entire month. Yeah. Aisha, it's in 2021, right? Actually, what was that case? What are the so-called charges? On what legal ground, Aishi? So this was a case in 2021. We had protested in front of Bangla Bhavan in solidarity with the attack that was happening on SFI DYFI activist in Bengal at that time by the TMC government. So it was a protest on that we did in Delhi. So the case has been going on for the last 5 years. There are issues in that case also, that how we have been asking for the CCTV footages on which I have been charged and all. The court has not been providing it for the last 2 years. Now it's 3 years.
those issues are there, but still choosing a particular time to suddenly arrest me was very bizarre and very targeted. Aishi, in Malayalam, we usually ask, "Idanda Vellarekappadano?" I don't know what's the exact English of that. Yesterday, it was highly dramatic there at AKG Bhavan. Police entering a National Party office without permission, without uniform, without name badge, without their official vehicle. Aishi, who gave the Delhi police the audacity to act like that? See, first of all, if the police has an arrest warrant, they have to summon me. They have to summon me, send me notices, send notices to my legal team, which was not done, first of all. Second of all, when they communicated me over the call, and in the call it was assured that I will be going ahead with the application in the court. Despite that, they decided yesterday to come. And that when they came inside the political party office, they were not there for any conversation or communication or handing over to me with the summon. The police came in plain clothes in a private vehicle. So that is something very illegal, that the police can't come in private vehicle, the police can't come in plain clothes without a name tag to arrest. And that too inside entering into a political party office. So that is something which was illegally happening yesterday, and that's why when our Member of Parliament John Brittas confronted the police and told them that these are illegal things happening, and hence then the police had to leave. Aishi, the center had assured you no case will be registered against you, the protesters. But what is happening there? Large number of FIRs is being filed, crackdown on students. Aishi, do you see this is as a breach of the promise? How are students reacting to this violation of assurance, Aishi? See, we know how the BJP RSS has been. Even in the farmers' protest, they promised a lot of things and then they have not carried on. So it's not that we are very assured of the kind of promises that this government has given. We are very apprehensive that although they have verbally promised that they will not take any action on student activists, but there have been protests rampantly happening from 12th May onwards. Not only the Jantar Mantar protest, but individual protests we have done on the NEET leak paper issue. None of those charges have been dropped from our names. And I'm very sure that is happening to other students. Now we are getting to know from social media, a lot of students who participated in Jantar Mantar protests or protests in Mumbai, protests in other cities, they are being targeted through social media by different outfits. So that is a matter of concern for us, that the data that they have taken, the surveillance that is happening, they will misuse it, weaponize it, they will use our cases, which has been older cases which has been there to target us in the coming days. Thank you. Thank you, Aishi. In Malayalam, there is another proverb, "Theel kuruthathu velathu vadilla." Roughly translated to hardened by fire, unshaken by sun. Take care, Aishi. Stay resolute. Thank you. Thanks a lot. ശ്രീ രാജു പി നാലിക്ക് പോകുന്നു. ശ്രീ രാജു പി നാല്, ഇന്നിപ്പോൾ സഭയിൽ രാഹുൽ ഗാന്ധി ഒന്ന് ഗോൾ പോസ്റ്റ് മാറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതിന് പിന്നാലെ വന്ന പ്രഹ്ലാദ് ജോഷി ഇന്നലെ പ്രിയങ്ക ഗാന്ധി ലക്ഷ്യം വെച്ചു. ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് RSSനെയും അമിത്ഷായെയും രാഹുൽ ഗാന്ധി സഭയിലും നേർക്കുനേർ അറ്റാക്ക് ചെയ്യുന്നത്? രാജു പി നായർ. നോക്കൂ ഹാഷ്മി, ഈ നീറ്റ് എക്സാം പേപ്പർ ചോർച്ച കേവലം ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഈ സിസ്റ്റത്തിലുള്ള വലിയ പ്രശ്നമാണ്. ആ വലിയ പ്രശ്നം ഇതിനകത്ത് നിങ്ങളതൊക്കെ അറിയാം. ടെലഗ്രാം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചോദ്യ പേപ്പറുകൾ ചോരുകയും ലക്ഷക്കണക്കിന് രൂപ കച്ചവടം ചെയ്യുകയും ചെയ്തത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പല തരത്തിൽ ഇത്തരത്തിലുള്ള ഇതുണ്ടാവും. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ CJPയും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ നടത്തിയ സമരത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. അതൊരു ടോക്കണിസമാണ്. അത് ഉത്തരവാദിത്വം തങ്ങളിൽ തന്നെയാണെന്നുള്ളത് ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അതിൽ ഗത്യന്തരമില്ലാതെ രാജിവെക്കുകയും ചെയ്തതാണ്. ആ സമരത്തിൽ ഇവർ ഉപയോഗിച്ച ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറ്റ് അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. അതിനെയെല്ലാം ഇവർ ഗവൺമെൻറ് അട്ടിമറിക്കുകയാണ്. ഇപ്പോൾ അത്രയും വലിയ സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഈ വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് അത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ വന്നു മറുപടി പറയാൻ പോലും രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയില്ല, പ്രധാനമന്ത്രിയില്ല. ഇത്രമാത്രം രാജ്യം മുഴുവൻ എന്നല്ല, ലോകം മുഴുവൻ ശ്രദ്ധിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ കലാപകലുഷിതമായിട്ട് മാറുന്ന വിപ്ലവങ്ങൾക്ക് പകരമായി ഇതാ രാജ്യത്ത് അടിക്കുന്ന പോലീസുകാർക്ക് റോസാപ്പൂ കൊടുത്തും മധുരം കൊടുത്തും
അല്ലെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചൊക്കെ ഒരു സമരം വിജയിപ്പിച്ച ഈ ഇന്ത്യയുടെ അഹിംസയിൽ അധിഷ്ഠിതപ്പെടുത്തി ഈ സമരത്തെ ലോകം മുഴുവൻ വിശേഷിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾ, ചെറുപ്പക്കാർ, ഇന്നത്തെ ജെൻ ആൽഫ എന്ന് പറയുന്നതും ജെൻ സി എന്ന് പറയുന്നവരും ഈ സമരം കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെതിരെ വലിയ പ്രതിഷേധം നിൽക്കുകയാണ് അവർക്കെല്ലാം. ഇപ്പോൾ ഞാൻ എടുത്ത് പറയണ്ട, ഇപ്പോൾ 24-ന് തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ തമ്മിൽ എന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നതാണ്. അന്നുണ്ടായിരുന്ന ജെൻസിയിൽപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവിടുത്തെ BJPയുടെയും RSSൻ്റെയും പ്രതിനിധികൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം ഈ രാജ്യത്തെ ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ച ഒരു സമരത്തിനൊടുവിൽ അതിനെ സംബന്ധിച്ച് രാജ്യത്ത് പാർലമെൻറ്റിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒളിച്ചോടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന ഒരാളെ പിടിച്ച് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയാക്കി നിർത്തി കൂട്ടബലാത്സംഗത്തെ നമ്മളിപ്പോൾ ഇവിടുത്തെ ശ്രീ TV പ്രസ്താവനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതേ പ്രസ്താവന ഇങ്ങനത്തുള്ള വർഗീയവാദികളെയും ലൈംഗിക അരാജകവും ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരുടെയൊക്കെ പേര് പറഞ്ഞ് നെയിം ആൻഡ് ഷെയിം തന്നെയാണ്. ഈ രാജ്യത്തിന് കളങ്കമായി മാറിയ RSSൻ്റെ TG മോഹൻദാസിനെ പോലെയുള്ള മാനസിക രോഗികൾ, അതിൻ്റെ മാനസിക രോഗത്തിൻ്റെ ലൈറ്റർ വേർഷനാണ് ഇന്ന് കേന്ദ്രത്തിൽ മന്ത്രിയായിട്ടിരിക്കുന്നത്. ബിൽക്കിസ് ബാനു വിഷയത്തിൽ കൂട്ടബലാത്സംഗത്തിൻ്റെ കോടതി അവരെ എക്സോണറേറ്റ് ചെയ്തപ്പോൾ അതിനെ ന്യായീകരിച്ച ഒരു കൂട്ടബലാത്സംഗത്തെ ന്യായീകരിച്ചൊരു പെർവേർട്ടാണ് ഇന്ന് കേന്ദ്രത്തിലും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഹാഷ്മി വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. പാർലമെൻറ്റിൽ ഇന്നലെയാണ് വന്നത്. മിനിഞ്ഞാന്ന് ഷൂട്ട് ചെയ്ത തമ്മിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ ഇവരെ വിശ്വസിക്കും? ബിൽക്കിസ് ബാനു കേസിൽ കൂട്ടബലാത്സംഗത്തെ ന്യായീകരിച്ച ഒരാളെ മന്ത്രിയാക്കി വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷോയിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക BJPയുടെ ആൾക്ക്. അത്തരത്തിലുള്ള അവിശ്വാസം എന്ന് രാജ്യത്ത് നിലനിൽക്കുകയാണ്. അവിടെ അമിത്ഷാ ഇല്ല, നരേന്ദ്രമോദി ഇല്ല, ആരുമില്ല ഈ കുട്ടികളോട് മറുപടി പറയാൻ. എത്രമാത്രം വലിയ ഭീകരമായ ആക്രമണം അഴിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർക്കെതിരെ ഗൂഢാലോചന കൊണ്ടിട്ടാണ്. ഹാഷ്മി, ഒരു കാര്യം BJP പ്രതിനിധിയോട് ചോദിക്കണം. അവിടെ അരാജകത്വം ഉണ്ടാക്കിയത് പോലീസും സർക്കാരും അല്ലെങ്കിൽ എന്തിനായിരുന്നു അവിടെ ലാത്തിയിൽ ആണി അടിച്ചു കൊണ്ടുവന്നത്? ഒരു സമാധാനപരമായ ഒരു പ്രൊട്ടസ്റ്റേഴ്സിനെ നേരിടാൻ ആണി അടിച്ച ലാത്തിയും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഗൂഢാലോചന പോലീസ് തന്നെ നടത്തി. പ്രത്യേകമായ അനുമതി ആവശ്യമായ RAFൻ്റെ പെല്ലറ്റ് ഗൺ എന്തിനു കൊണ്ടുവന്നു? അപ്പോൾ അടിച്ചമർത്തുക എന്നുള്ളതും അവിടെ കലാപമുണ്ടാക്കുക എന്നുള്ളതും ഈ സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനമായിരുന്നു. അതിനുള്ള ഗൂഢാലോചനയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ യുവാക്കളുടെ ശബ്ദത്തെ, പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ആ വിഡ്ഢികളെ കുറിച്ചാണ് ഇന്ന് ഈ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഏതെങ്കിലും വിഡ്ഢികളുടെ പേരെടുത്ത് പറഞ്ഞില്ല. ഞാൻ അങ്ങനെ സൂചിപ്പിച്ചത് ശ്രീ ശ്യാംരാജ്, ഇവിടെ ഈ പറയുന്ന TG മോഹൻദാസ് എന്ന് പറയുന്ന അയാൾ ആ പ്രായത്തിൽ ആ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അയാൾ നിങ്ങളുടെ BJPയുടെ ഇന്റലിജൻസിന്റെ ഏതോ കൺവീനർ ആയിരുന്നു പറയുന്നു. അയാൾ സംഘപരിവാറിന്റെ സഹയാത്രികനാണ്, സംഘപരിവാറിന്റെ സൈദ്ധാന്തികനാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് ഇയാൾ. അയാൾ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ കുട്ടികളെ ഞാൻ വല്ലതായിരുന്നെങ്കിൽ കുട്ടികളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊന്ന് കുറേ ശവങ്ങളൊക്കെ ആശുപത്രി കൊണ്ടുപോയി 4 മണിക്കൂർ കൊണ്ട് ക്ലീൻ ആക്കിയാലെന്ന് മാത്രമാണോ? അതായത് റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഇവർ റേപ്പ് അവർ പരാതിപ്പെടാത്ത കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് വഷളത്തരത്തിൻ്റെ പരമാവധി BJPയുടെ ഏതോ വലിയ ഇന്റലിജൻസ് കൺവീനറായിരുന്നു നേരത്തെ. ഇന്നിപ്പോൾ നിങ്ങളുടെ MP കങ്കണ റണൌട്ട് രാജ്യത്തെ കുട്ടികളെ ഒന്നാകെ അധിക്ഷേപിക്കുന്നു. ഹിന്ദു പെൺകുട്ടികളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. അവർ ഫിൽത്താണ്, അവരെന്തോ വൃത്തികെട്ടവരാണ്, അവർ വൾഗറാണ്, അവരെന്തോ ഡർട്ടിയാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, വീട്ടുകാർ പറഞ്ഞ് കേൾക്കാത്തവരാണ്. വെറുപ്പിനൊരു പരിധിയില്ലേ ശ്യാംരാജ്? പോട്ടെ, ലോക്സഭയിൽ നിന്ന് BJPയോ സർക്കാരിനോ അല്ല വിഡ്ഢികൾ എന്ന് രാഹുൽ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ട്രഷറി ബെഞ്ച് അത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ഞങ്ങളെ മാത്രമാണെന്ന് തോന്നൽ എന്തിനാണ് ശ്യാംരാജ്? നോക്കൂ ഹാഷ്മി, അത്തരത്തിൽ ഇപ്പം ഇന്നിവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇഡിയറ്റ് എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയത് അതൊരു നിങ്ങൾ ആലോചിക്കും. ഇപ്പോൾ ഈ ചർച്ചയിൽ ഇരുന്നിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ ചർച്ച നയിക്കുന്ന ആൾ, ഞാനൊരു കുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ ചർച്ച നയിക്കുന്ന ആൾ ഒരു ഇഡിയറ്റ് ആണെന്ന് കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഞാൻ ആയിരക്കണക്കിന് കുട്ടികളുമായിട്ട് സംവദിക്കുന്നവരാണ്, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് എന്ത് പ്രൂഫാണുള്ളത്? ഇനി സഭയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് തന്നെ എങ്ങനെ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ സമരക്കാരായിട്ടുള്ള ഒരു കുട്ടിയോട് സംസാരിച്ചു, അപ്പോഴത്തേക്ക് പറഞ്ഞ് സമരത്തിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് മുതലെടുക്കാൻ വന്ന ഒരു മുതലെടുപ്പുകാരാണ് ചിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആവുമോ?
അപ്പോൾ ആരെ വേണമെങ്കിലും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടോ അങ്ങനെയോ അല്ലാതെയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ തർക്കത്തിലൊന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു സീരിയസ് ആയിട്ടൊരു ചർച്ച നടക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ ആൾക്കാരെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അത് പറയണ്ടെന്ന് അധികം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ അത്രയും ഇപ്പം ഗോലിമാരോ സാലോങ്കോ എന്ന് നിങ്ങളുടെ അനുരാഗ് താക്കൂർ പറഞ്ഞ പോലെ അത്ര പ്രശ്നമുള്ള വാക്കൊന്നും അല്ലല്ലോ. രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ 3 വിഭാഗം ആൾക്കാരുണ്ട്. 1 വിദ്യാർത്ഥികളാണ്, 2 ഇപ്പം വിഡ്ഢികളാണ്. അവർ വിചാരിക്കും എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നവരാണെന്ന് കരുതും. 3 അന്തം ഭക്തരാണ്. അവർ അതിനേക്കാൾ പ്രശ്നമാണ്. അന്തം ഭക്തർ എന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢികളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ഫോളോ ഇഡിയറ്റ്സ് എന്ന് പറയാണ്. ആരെ പറ്റിയും പറഞ്ഞതല്ല. ഒരു ജനറൽ പ്രസ്ഥാനം നടത്തിയപ്പോഴേക്കും അയ്യോ എന്നോട് ചാടി എഴുന്നേൽക്കേണ്ട കാര്യം എന്താണ്? അത് ഞങ്ങളെ ഉദ്ദേശമാണെന്ന് വിചാരിക്കേണ്ട കാര്യം എന്താണ്? ശ്യാം, അല്ല എന്റെ ഹാഷ്മി, അതൊരു സഭയിൽ ഒരു ചർച്ചകൾ നടക്കില്ലേ? ഇത് എനിക്ക് ഞാൻ പറഞ്ഞേക്ക്, ഇത് ഹാഷ്മി വിചാരിക്കുന്ന രീതിയിൽ മാത്രമേ ചർച്ച നടക്കാൻ വേണ്ടിയിട്ട് പാഠം വെച്ച് നടക്കുന്ന കാര്യമാണോ? ഒരു സഭയാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ എന്തൊക്കെയുണ്ടാവും? ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ എന്താണ്? 30 വാഹന വ്യൂഹങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ശ്രീ അമിത്ഷാ പോകുന്നത്. അദ്ദേഹത്തിന് കൈമുറിക്കുന്നു എന്തൊക്കെയാ പറഞ്ഞു? ഏത് 30 വാഹനം? ആ സഭയിൽ എന്തൊക്കെ ചർച്ചകൾ അങ്ങനെ ഉണ്ടാകുന്നു? 30 വാഹനം ഉണ്ടാക്കുക. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫുട്ടേജ് എടുത്ത് കാണിച്ചു തന്നെ പരമാവധി 10-15 വാഹനങ്ങളൊക്കെ വെച്ചിട്ട് പല സ്ഥലങ്ങളിലെ സെക്യൂരിറ്റി അനുസരിച്ചിട്ട് മാറി വരും. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഏത് ആഭ്യന്തരമന്ത്രിയാണ് 30 വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയോട് പോകുന്നുള്ളത്? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിൽ ചർച്ച നടക്കുന്നു? അതിനും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടാവും. അപ്പൊ ഹാഷ്മി അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു കാര്യം എടുത്തില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും പറയാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ പറഞ്ഞ എന്താ? ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറയുന്നു എന്താണ് നന്ദൻ നിലേക്കർ ടാസ്ക് ഫോഴ്സിൽ ഒരു ഗോമൂത്ര വിദഗ്ധനുണ്ട്. അപ്പൊ തുടങ്ങി പ്രതിഷേധം. ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറയുന്നത് ബാക്കി ആർക്ക് അധിക്ഷേപമായി തോന്നും? നിങ്ങൾക്ക് അധിക്ഷേപമായി തോന്നാവോ? ഇപ്പൊ കാമകോടി ഉദ്ദേശമാണെങ്കിൽ അദ്ദേഹം ഗോമൂത്രത്തെ പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളാണ്. ഗോമൂത്രം ആന്റി ബാക്ടീരിയലാണ്, ആന്റി ഫംഗലാണ്, എന്തോ ഗുരുതരമായ ബവൽ സിൻഡ്രോം മരുന്നാണ്, ചുമ്മാ തള്ളുന്നതാണ് എന്നൊക്കെ തള്ളിയ ആളല്ലേ അദ്ദേഹം നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താ ശ്യാം? നിങ്ങളതിനെ ബഹുമതിയായി കാണേണ്ടവരല്ലേ? അല്ലല്ല, അങ്ങനെ പറയല്ലേ ഹാഷ്മി. അതെന്താ അറിയോ? അതാ ഞാൻ പറഞ്ഞത്, ഒരു സഭയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവുന്നേ. അതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും? ഇതിനകത്ത് ഹാഷ്മിയുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതിനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നു, പ്രിയങ്ക ഗാന്ധി എന്തൊക്കെ പറയുന്നു, ആ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ 1 to 1 ആയിട്ടൊന്ന് ചർച്ച ചെയ്തേ. 1 to 1 ആയിട്ട് നിങ്ങളൊന്ന് ചർച്ച ചെയ്തേ. അപ്പോൾ അതിനകത്ത് എന്ത് കാര്യം? ഇപ്പം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ 30 വാഹന വ്യൂഹങ്ങളുടെ കാര്യം പറഞ്ഞതിനകത്ത് എന്ത് കാര്യമുള്ളത്? അമിത്ഷാ ഭയന്നു, എന്ത് ഭയന്നു ഈ പറയുന്നത്? കഴിഞ്ഞ 6 ദിവസമായിട്ട് സഭയിൽ ഇവർ അലങ്കോലം ഉണ്ടാക്കിയിട്ട് 7ാമത്തെ ദിവസം വന്നിട്ട് അമിത്ഷാനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? ഇനി ഈ 13-ാം തീയതി വരെ സഭ നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? സാധാരണഗതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഹാഷ്മി ഇതിനകത്ത് പ്രശ്നം തരുമോ? ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഈ സഭ കഴിഞ്ഞ 6-7 ദിവസം കൊണ്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വായിൽ തോന്നി ഓതയ്ക്ക് വാട്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്നത് ശരിയല്ല. ആരെങ്കിലും എടുത്തിട്ട് അവിടെ നടത്തിയത് രാജ്യത്തിന്റെ കുട്ടികളാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? അവർ ഉന്നയിക്കുന്ന ആവശ്യം പലയാവർത്തി ചോദ്യപേപ്പർ ചോർന്നു. അവരുടെ കൂടപ്പിറപ്പുകളായ 10-20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കുകയാണ്. ഈ അക്രമം കൊടുക്കാൻ ആര് ഉത്തരവിട്ടു എന്നൊരു മറുപടി വേണ്ട രാജ്യത്തിന്? ശ്യാമരാജ്, അത് പ്രതിപക്ഷത്തെ ചോദ്യം മാത്രമല്ല, രാജ്യത്തിന്റെ ചോദ്യമല്ലേ? മക്കളുള്ള ഓരോ രക്ഷിതാക്കളുടെ ചോദ്യമല്ലേ? അല്ല, ഹാഷ്മി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം. ഈ വിഷയത്തിലാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ തോന്നുന്ന പോലുള്ള ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ഇത്ര സീരിയസ് ആയിട്ടൊരു വിഷയം നടക്കണം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ ആഴ്ച 1-2 നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. എന്നിട്ട് ഏതോ ഒരു വിഷയം എടുത്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞില്ല, ഇവരങ്ങനെ പറഞ്ഞില്ല. എത്രയോ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച നടക്കേണ്ട സ്ഥലമാണ്. ഇന്ന് നടന്നിട്ടുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്? ഇന്ന് പാസ്സായിട്ടുള്ള ബില്ല് എന്താണ് ചർച്ച ചെയ്യുന്ന ഹാഷ്മി? അല്ല, നിങ്ങൾക്ക് മറ്റേ കഥാപ്രസംഗം വായിക്കാൻ വേണ്ടി പ്രോപ്പർട്ടിയിൽ കുറെ സാധനം എഴുതി വെച്ചിട്ട് അതന്നെ ഇവിടെ പറഞ്ഞാൽ മതിയോ? അല്ല ശ്യാമരാജ്, ഇവിടെ പറയട്ടെന്ന് രാജ്യത്തിന്റെ യുവാക്കളെ തല്ലിച്ചതച്ചു, അവരെ ആണിവെച്ച ലാത്തി കൊണ്ട് മർദ്ദിച്ചു, അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചു, അവർക്ക് മാരകമായി പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥി കാഴ്ച തിരിച്ചിട്ടോ എന്ന് ഉറപ്പ് ഇപ്പോഴും ഇല്ല. അവരുടെ ദേഹം അരിപ്പ പോലെയാക്കി പോലീസ്. ആരുത്തരവിട്ടു എന്നൊരു ചോദ്യം രാജ്യത്തിന് മറുപടി വേണ്ടേ ശ്യാമേ? അത് കഴിഞ്ഞിട്ടാവാന്നേ ഈ പറഞ്ഞ ചർച്ച. ഹാഷ്മി, ചർച്ച അതിലോട്ടാണ് ഞാൻ പറയുന്നത്. അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഇന്നെന്താ സഭയിലുണ്ടായിട്ടുള്ള ചർച്ചകൾ എന്തായിരുന്നു? കഴിഞ്ഞ 6 ദിവസം വെറുതെ നിന്നു. ഒരു ചർച്ചയും നടന്നിട്ടില്ലല്ലോ. ബഹളം വെച്ചിട്ടുള്ള രാജ്യം കാര്യം അറിയോ? ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം കാര്യം അറിയോ? ചർച്ച ചെയ്യാമെന്നേ. ഇതിന് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കില്ല. സാധാരണ ഒരു വിഷയത്തിൽ ചർച്ച വരുന്നത് എങ്ങനെയാണ്? ചർച്ചയ്ക്ക് മറുപടി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കൊടുക്കുന്നത് എപ്പോഴാണ്? അത് ചർച്ച നടത്തുന്നൊരു സംവിധാനം, ഒരു സമയമില്ലേ? അല്ല, രാഹുൽ ഗാന്ധി പറയുന്ന ഇന്നൊരു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, എന്തോ ചങ്കൊക്കെ വിരിച്ചിട്ട് വരുന്നൊരു ഫോട്ടോ. അത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർ പേടിക്കുമായിരിക്കും, എല്ലാവരും പേടിക്കൊന്നുമില്ല.
അങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്ന സമയത്ത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി വന്നിട്ട് ഉത്തരം പറഞ്ഞു വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടപടികൾ അനുസരിച്ചിട്ട് ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം കാശ്മീർ തീർന്നില്ല കേട്ടോ. ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുന്ന ആളാണല്ലോ, ഏതൊരു ചോദ്യത്തിന് ഉത്തരം തരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാന്നേ, ഈ നടന്ന സമരങ്ങളെ കുറിച്ചിട്ട്, അതിന്റെ ഭാവിയെ കുറിച്ചിട്ട്, ഈ ബില്ലിനെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഹാഷ്മിയെ പോലുള്ള മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ആ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ നിങ്ങളുടെ രാഷ്ട്രീയം, തലയിലുള്ള രാഷ്ട്രീയം വെച്ചിട്ട് ഉള്ള വിഷയങ്ങളുമായിട്ട് എടുത്തിട്ട് വരുന്നത് ഈ സമയത്ത് ആ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന നീതികേടാണ്. അത് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ പ്രശാന്ത് എത്താമേ. ശ്രീ ആദർശം സജി, ഇവിടെ രാഹുൽ ഗാന്ധി അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു, ഈ ഡൽഹി പോലീസ് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ആഹാ ഒരു പെല്ലറ്റ് ഗൺ എന്നാ വിദ്യാർത്ഥികളെ പൊട്ടിച്ചേക്കാം, അതും 7 റൗണ്ട് എന്നൊരു പോലീസുകാരൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിന് ഉത്തരവിട്ടത് ആരാണെന്നും നേരത്തെ ശ്യാംരാജ് പറഞ്ഞു, അതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നെന്നും കുട്ടികളെ കൊല്ലാനായിരുന്നോ പ്ലാനെന്നും രാജ്യത്തിന് അറിയണം. ആദർശ് ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. തീർച്ചയായും നമ്മളെ 20-ാം തീയതി നടന്ന സംഭവം, വിദ്യാർത്ഥി വേട്ടയാടലിൽ നമ്മളെല്ലാവരും ഞങ്ങളത് അനുഭവിച്ചതാണ്, ബാക്കിയുള്ളവരെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഈ സമരം ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ BJPയും സംഘപരിവാറും സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ഇന്ത്യയുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ സമരം കാരണം രാജിവെക്കേണ്ടി വന്ന, വിദ്യാർത്ഥികളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുൻ വകുപ്പ് മന്ത്രി ഈ സമരത്തെ അധിക്ഷേപിച്ചത് ഇത് തീവ്രവാദികളുടെ 2ാം ഗ്രൂപ്പ് നടത്തുന്ന സമരമെന്നാണ്. അതായത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളി നീക്കിയ 22 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ ഇതിന്റെ ദുരനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി സംസാരിച്ച, ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ ഈ ഭരണ സംവിധാനം, BJP ഭരണ സംവിധാനം വിശേഷിപ്പിച്ചത്, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ വിശേഷിപ്പിച്ചത് തീവ്രവാദികളുടെ 2ാം ഗ്രൂപ്പ് എന്നുള്ള നിലയിലാണ്. അത് കഴിഞ്ഞ ദിവസം ഓർഗനൈസറിൽ, RSSന്റെ മൗത്ത് പീസ് ആണല്ലോ, ഓർഗനൈസറിൽ ആ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെയായത്, അത് തീവ്രവാദികൾ, ചൈനീസ് ഏജന്റുകൾ നടത്തുന്ന സമരമാണ്, പണം മേടിച്ചുകൊണ്ട് നടത്തുന്ന സമരമാണ്. ആ നിലയിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെ ഉപയോഗിച്ച്, ഡൽഹി പോലീസ് അമിത്ഷാ നേരിട്ട് നിയന്ത്രിക്കുന്ന പോലീസാണ്, സംഘപരിവാറായി മാറിയിരിക്കുകയാണ്. സംഘപരിവാറിന്റെ നിർദ്ദേശത്തിനനുസരിച്ച്, തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഡൽഹി പോലീസ് മാറിയിരിക്കുക, നരനായാട്ട്. ഇപ്പൊ പോലീസാണെന്ന് തിരിച്ചറിയുന്നത് യൂണിഫോം വേണം. ഇത് യൂണിഫോം ഇല്ലാത്ത പോലീസ്. ഞാൻ നോക്കുമ്പോ ചെപ്പൽ ഇട്ടുകൊണ്ട് വന്നാണ് പോലീസ്. ആരാന്ന് ചോദിക്കുമ്പോൾ പോലീസാണ്. ലാത്തി കൊണ്ട് വിദ്യാർത്ഥികളെ തലതള്ളി പൊളിക്കുകയാണ്. വനിതകളെ പുരുഷ പോലീസുകൾ ആക്രമിക്കുകയാണ്. ഇപ്പോ പോലീസിന്റെ ബൈലോ അനുസരിച്ച് ഒരു സംഘർഷം ഉണ്ടായാൽ ഏത് നിലയിലാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള സമീപനമുണ്ട്. ഇത് സംഘർഷമില്ലാത്ത, ഇപ്പം നിരാഹാര പന്തലിനകത്തേക്ക് പോലീസ് ഇരച്ചെത്തി കണ്ണീർ വാതം പ്രയോഗിക്കാനും അതോടൊപ്പം തന്നെ ലാത്തി ചാർജ് നടത്താനുള്ള എന്ത് അധികാരമാണ് അവർക്കുള്ളത്? സമാധാനപരമായ രീതിയിൽ സമരം നടത്തിയത്. ഇതിനകത്തേക്ക് സംഘപരിവാറുകൾ നുഴഞ്ഞു കയറിയിട്ടെന്നുള്ളത് സംശയമില്ല. അവർ നുഴഞ്ഞു കയറി ബോധപൂർവ്വ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോലീസല്ല അവിടെ, പോലീസിനോടൊപ്പം അവര് സെൻട്രൽ ഈ സംവിധാനത്തോടൊപ്പം തന്നെ സംഘപരിവാറുകാരും ഇവിടെ പോലീസായി ചമഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ തലതല്ലി പൊളിച്ചപ്പോ, ഇതിപ്പോ വിദ്യാർത്ഥികളെ മാത്രമല്ല, ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്റെ മുന്നിലൂടെയാണ് ഒരു കൈക്കുഞ്ഞുമായ ഒരു അമ്മ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നു. ആ അമ്മ ആ കുട്ടിയുടെ മുമ്പിലിട്ട്, അതായത് എനിക്ക് തോന്നുന്നു കുട്ടിക്ക് 1 വയസ്സ് പോലും പ്രായം കാണില്ല, ആ അമ്മ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിലാണ് ഈ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത്. ആ കുട്ടി കരഞ്ഞുകൊണ്ടുകൂടെ ഞങ്ങളുടെ മുമ്പിലൂടെയാണ് പോകുന്നത് ആ കുടുംബം. അപ്പൊ ആ നിലയിൽ ഈ സമരത്തെ, ആ സമരത്തോടൊപ്പം സഹകരിച്ചവരെ വേട്ടയാടാൻ വേണ്ടി, അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിച്ചു, ഐഷി ഘോഷ് ഇവിടെ സംസാരിച്ചു. ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുന്നതിനപ്പുറത്ത് അല്ല, ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ മാത്രമല്ല, ഈ സമരത്തിൽ ആരൊക്കെയാണോ പങ്കെടുത്തത് അവരുടെ പുറകെ ഒരു വേട്ടപ്പട്ടിയെ പോലെ സംഘപരിവാറും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഐഷി ഘോഷിനെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ ട്രാക്ക് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലടച്ച ഒരു ചെറിയൊരു പെറ്റി കേസാണ്. 30-ാം തീയതി, അതായത് നാളെ കോടതി വെച്ചേക്കുന്ന കേസാണ്. ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക, ആ നിലയിൽ ജയിലടക്കി. ഇത് കണക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ജയിലിൽ അടച്ചാൽ, ലാത്തി കൊണ്ട് അവരുടെ തല തല്ലി പൊളിച്ചാൽ ഈ സമരത്തിൽ നിന്ന് മുന്നോട്ട് പോകുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ
ഇത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഇപ്പോ മനോഹരമായ പല ബാനറുകൾ അവിടെ ഉയർന്നു. ഇതവിടെ കവിത കൊണ്ടും സംസാരം കൊണ്ടും ചിത്രകല കൊണ്ടും എല്ലാം പ്രതിരോധം അവിടെ തീർത്തു. അവിടെ മോഡി എന്ന വാക്കിന് അതിനൊരു ഫുൾ ഫോം ഇന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നൽകി. മർഡർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉള്ള എല്ലായിടത്തും കളാണെന്നാ പറയുന്നത്. എവിടെയൊക്കെ ഈ പറയുന്ന പ്രശ്നമുണ്ടോ അവിടെയൊക്കെ മോദി ഭയക്കുന്നു എന്ന് പറയുന്ന സകലമാന സാധനങ്ങൾ എടുത്ത് കളഞ്ഞേക്കണം എന്നൊക്കെയാണ് 16,000 നോട്ടീസ്. ഞാൻ എത്താൻ മെസ്സി ആദർശേ. എന്തായാലും ഇന്നലെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP അവിടെ പുകൾപ്പറ്റ അല്ലെങ്കിൽ പേരുകേട്ട ഡൽഹി പോലീസിനോട് നിങ്ങളുടെ യൂണിഫോം എവിടെ എന്ന് ചോദിച്ചേ ഉള്ളൂ. ആ വഴിക്ക് പോയതാണ്. പിന്നീട് രാത്രി മഫ്സില ആ ഏരിയയിലോട് വന്നത്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പഴയ വലിയ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കിയ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച കോഡ് ബ്ലോക്ക് അലോകേഷ് അഴിമതിയിൽ ഇന്ന് സുപ്രീം കോടതി അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് പ്രഖ്യാപിച്ചു. 2014 CBI കൊടുത്ത ക്ലോഷർ റിപ്പോർട്ടാണ്. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി എടുത്തു പറയുന്നുണ്ട്, അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആൾക്കാർ മരിക്കുമ്പോൾ ക്ലോഷർ കൊടുക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല. ഞങ്ങൾ ബാക്ക് ടു ബാക്കായി CBI സമർപ്പിച്ച 2 ക്ലോഷർ റിപ്പോർട്ടുകൾ വളരെ വിശദമായി പരിശോധിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ ഒരു തെളിവില്ല. അതുകൊണ്ട് ക്ലീൻ ചിറ്റ് എന്ന് പറയാണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചിട്ട് 2 വർഷമായി ശ്രീ പ്രശാന്ത് പത്മനാഭൻ. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ കേസുകളുടെ ആധിക്യമൊക്കെ കൊണ്ടായിരിക്കുമല്ലോ അന്ന് ജസ്റ്റിസ് സൂര്യകാന്തിനോട് ഈ ക്രൂരമായ വിഷയം എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസ് പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്തേക്ക് ലാത്തിയിട്ട് കുത്തുന്ന അടക്കമുള്ള വിഷയമുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ല എന്ന് പറയാൻ കാരണം ഇത്തരത്തിൽ ഈ പറഞ്ഞ കേസുകളുടെ ആധിക്യം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ. അത് ബഹുമാനപൂർവ്വം തന്നെ മനസ്സിരുത്തി വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് നമ്മുടെ അവസാന റിസോർട്ട് നമ്മുടെ പരമോന്നത നീതിപീഠമാണ്. നീതിപീഠം കുറച്ചുകൂടി ഈ കുട്ടികളോട് ജാഗ്രതയോടെ ഇരിക്കണ്ടേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഭരണകൂടവും നിയമ സംവിധാനവും പോലീസും കോടതികളും ഒക്കെ റൂൾ ഓഫ് ലോ എന്ന് പറയും. നിയമവ്യവസ്ഥയ്ക്ക് കീഴിലാണ്. അപ്പൊ അതില് ചീഫ് ജസ്റ്റിസ് അന്ന് ആ ഒബ്സർവേഷൻ ഇട്ടത് വളരെ ദൗർഭാഗ്യകരമായി പോയി. അന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഇതേ വിഷയം സംബന്ധിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അതിനുശേഷം മിനിഞ്ഞാന്ന് വന്ന കേസിൽ ഇന്നലെ ഒരു സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവിട്ടിട്ടുണ്ട്. കേട്ടിട്ട് ആദ്യം ചെയ്യാനുള്ള അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ന്യൂസിൽ വന്നിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള മുഴുവൻ പേരെയും വിട്ടയക്കുക. 18 വയസ്സിലെ മുകളിലുള്ള വിദ്യാർത്ഥികളിൽ എതിരെയുള്ള FIR അത് ഈ ക്രിമിനൽ ആന്റിസിഡൻസ് ഇല്ലാത്തവർക്കെതിരെയുള്ള കേസുകൾ തുടരാതിരിക്കുക. അതായത് നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവര് അങ്ങനെ കുറ്റക്കാരായിട്ടുള്ളവരെ നുഴഞ്ഞു കയറി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണമൊക്കെ തുടരാം. പിന്നെ ഈ അന്വേഷണം നടക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചത് പുറത്തുവിടാതിരിക്കുക. കാരണം അത് പല രീതിയിലും ഇവർക്ക് ഹരാസ്മെന്റ് ഉണ്ടാകാനും പിന്നെ സമൂഹത്തിൽ തന്നെ പലപ്പോഴും പിന്നെ ആൾക്കൂട്ട ആക്രമണത്തിനിടയാകാനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് അങ്ങനെ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താതിരിക്കുക. പിന്നെ CCTV ഫുട്ടേജ്, ഡ്രെയിൻ ഫുട്ടേജ്, ബോഡി ക്യാമറ റെക്കോർഡിങ്, വീഡിയോഗ്രാഫി, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, PCR ലോജ് കളക്ഷൻസ് ഇതെല്ലാം ശേഖരിച്ചു വെക്കുക. അതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുക. അത് സോളിസിറ്റർ ജനറൽ അത് പറഞ്ഞെങ്കിലും സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഒരു അബണ്ടന്റ് പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇത് ഡയറക്ഷൻസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ഊന്നി പറയാം. ഹാഷിംപുര മസാക്കർ കേസിൽ ഇതുപോലുള്ള റെക്കോർഡിംഗ് എടുത്തിട്ടാണ് ഡൽഹി ഹൈക്കോടതി എത്രയോ 18 വർഷങ്ങൾക്ക് ശേഷം ഈ കുറ്റക്കാരൻ ചില പോലീസുകാരെ വെറുതെ വിട്ടത് തിരിച്ചെഴുതിയിട്ട് അവർ ഇന്ന പോലീസുകാരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്ക് ജീവപര്യന്ത ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ജസ്റ്റിസ് മുരളീധർ ആയിരുന്നു. അപ്പൊ അതുപോലെ ഇപ്പൊ ഗവൺമെന്റ് മാറി വരാം, കോടതികളിൽ ഇപ്പൊ ജഡ്ജസ് ആയിട്ടിരിക്കുന്നവർ മാറി വരും, തെളിവുകൾ അവിടെ ഇരിക്കും. ആ തെളിവുകൾ ഒരിക്കലും ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല, പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. കോടതിയുടെ റെക്കോർഡായിട്ട് വരുമ്പോൾ ഇരുഭാഗത്തിന് അത് പരിശോധിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു. നീതിന്യായ വ്യവസ്ഥ ചിലപ്പോൾ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവിടെ ഇരിക്കുന്നവരെ പലപ്പോഴും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചില ഒബ്സർവേഷൻസ് ഒക്കെ പോലും ഇപ്പൊ ഈ പാർട്ടിയുടെ പേര് തന്നെ എങ്ങനെ വന്നതാണെന്ന് നമുക്കറിയാം. അതൊരു ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ആണ്. അത് നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗത്തിലും ഉള്ളവര് കുറച്ച് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതായത് പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ കാണാതെ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ കൂടി വരുന്നവർക്ക് പലപ്പോഴും ഈ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്നവരോടുള്ള ഒരു മനസ്ഥിതിയുടെ അതിന്റെ ഒരു പ്രതിഫലനമാണ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനില്ല, കാരണം അത് ഒരു കാരണവശാലും ആരും അംഗീകരിക്കാത്ത ഒരു കമന്റ് ആണ്. ഇത് മെറിറ്റ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ എന്താണെന്നുള്ളത്. അപ്പൊ അതില് പല സാഹചര്യങ്ങളിൽ കൂടി വന്നവരെ ഒട്ടും ജനാധിപത്യ സ്വഭാവം ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോടതികൾ എന്ന് പറയുന്നത്. അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്ന ഒന്നും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ് അല്ല. പ്രത്യേകിച്ച് ഇന്ത്യയില് ഒന്നുമില്ല. വേറെ പലയിടത്തും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലും നിയമ സംവിധാനത്തില്
ജുഡീഷ്യറി ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ ഇവിടെ ഉണ്ട്. ഇംഗ്ലണ്ടിലോ US ഒക്കെ ആണെങ്കിൽ കുറെ കൂടി ചോദ്യം ചെയ്യാറുണ്ട്. അവിടുത്തെ ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് ഒക്കെ കുറെ കൂടെ സുതാര്യമാണ്. അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു പരിഹാരം ഉണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പാർലമെന്റില് ഇപ്പം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ട എന്നിവിടെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം പ്രതിപക്ഷ നേതാവിന് ചോദ്യം ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് പാർലമെന്റാണ്. അവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മജോറിറ്റിയുടെ അത് പ്രതിനിധിയായിട്ട് വരുന്ന പ്രധാനമന്ത്രി ഒരു രാജാവല്ലല്ലോ. പ്രധാനമന്ത്രി ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പാർലമെന്റിലാണ് ഉത്തരം പറയേണ്ടത്. ഇത് തമാശ. ഈ പാർലമെന്റ് തുടങ്ങുന്ന ദിവസം തന്നെ ശ്രീ പ്രേമചന്ദ്രനും ശ്രീ രാഹുൽ ഗാന്ധിയും വെളിയിൽ വന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ രാവിലെ സ്പീക്കറെ കണ്ട ഈ വിഷയം ഉന്നയിക്കാൻ ഒരു അനുമതി ചോദിച്ചപ്പോൾ സ്പീക്കർ പറഞ്ഞത് എനിക്ക് ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്പീക്കറുടെ ഓഫീസ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ഥാപനമാണ്. അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് അത് പ്രതിപക്ഷത്തിന് കൂടി സമയം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുപോലും ഗവൺമെന്റിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഈ സമരം തെരുവിലേക്ക് ഇറങ്ങുകയും തെരുവില് ഇത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്തത്. ദൗർഭാഗ്യകരമായി പോയി ഗവൺമെന്റ് ആദ്യമേ തന്നെ ഈ തെറ്റ് തിരിച്ചറിയുകയും അത് പാർലമെന്റിൽ അഡ്രസ് ചെയ്യുകയും എല്ലാവരെയും കോൺഫറൻസ് എടുക്കുകയും വേണമായിരുന്നു. ഒരു കാരണവശാലും ഈ കുട്ടികളെ ഇതുപോലെ തല്ലിച്ചതയ്ക്കുന്നത് എന്തിനായിരുന്നു? ഇത് അവസാനം ഇതുപോലെ ഒരു തീരുമാനത്തിലെത്താനും വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റി നിർത്താനും ലോങ് ടേം സൊല്യൂഷൻ ഇപ്പൊ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതിലെ നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നു, അതുപോലെ അതിനകത്ത് പല പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്, പല വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുകയും ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ പല കുട്ടികൾക്കും ഇത്രയധികം പീഡനം ഏൽക്കില്ലായിരുന്നു, ഇതുപോലെ ഗവൺമെന്റിന് മുഖം നഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഉണരാൻ ഒരു വേദിയായിട്ടുണ്ട്. BJP ഗവൺമെന്റിന് വലിയൊരു താക്കീതായിട്ടുണ്ട്. ഈ സമയത്ത് ഏകാധിപത്യ പ്രവണതകൾക്ക് ശരിയായിട്ടൊരു ചങ്ങല വേണ്ടിയിരിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ കൂടെ സഖ്യകക്ഷികളാകാൻ തീരുമാനിച്ച ചില വിഷയങ്ങളിലെങ്കിലും പിന്തുണ നൽകാമെന്നൊക്കെ ചർച്ചയിൽ വന്നിരുന്ന DMK പോലുള്ള പാർട്ടികളെ, NCP പോലുള്ള പാർട്ടികൾ, ശരത് പവാറിന്റെ പാർട്ടിയൊക്കെ ഇപ്പോൾ രണ്ടാമത് ചിന്തിക്കുകയാണ്. ഇപ്പൊ BJPയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ഷീണം ചെയ്യും എന്നുള്ള അതാണ് രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത്. രാഷ്ട്രീയപരമായിട്ട് വളരെ വലിയ ദൂരവ്യാപകമായിട്ട് വലിയ തിരിച്ചടി വരാൻ പോകുന്ന ഒരു സംഭവമാണ്. അതിൽ മുഖം മിനുക്കാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ പാർലമെന്റിൽ വന്ന് ഉത്തരം പറയുക, ഈ സൊല്യൂഷൻസ് വളരെ സിൻസിയർ ആയിട്ടാണോ ചെയ്യുന്നത്, അതോ വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ ചെയ്യുന്നതെന്നൊക്കെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മണ്ടന്മാരല്ല. പ്രത്യേകിച്ച് അടുത്ത തലമുറ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അഡ്രസ് ചെയ്യുക, പ്രശ്നങ്ങള് തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഭരണത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതാണ് രാഷ്ട്രീയ പ്രത്യാഘാതം. നിയമപരമായിട്ട് കോടതികളിൽ കൂടെ വരുന്ന കേസുകൾ, തെളിവുകൾ അവിടെ ശക്തമായിട്ട് നിൽക്കുന്നു. നാളെ ഇത് ചോദ്യം ചെയ്യപ്പെടാൻ കുറ്റം ചെയ്തവര് എന്തായാലും നിയമത്തിന്റെ മുന്നിൽ വരികയും അവർക്ക് ഇതിനെല്ലാം മറുപടി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ശ്രീ രാജീവ് പി നായർ, മഹാത്മാഗാന്ധിയെ ഞാൻ രാഷ്ട്രപിതാവ് എന്നല്ല രാജ്യത്തിന്റെ അച്ഛൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക. അതാണ് നല്ല മലയാളം എനിക്ക് തോന്നി. അപ്പോൾ രാഷ്ട്രപിതാവിനെ, രാജ്യത്തിന്റെ പിതാവിനെ, രാജ്യത്തിന്റെ അച്ഛനെ വെടിവെച്ച് കൊന്ന പിതൃഘാതി, അച്ഛനെ കൊന്ന ഗോഡ്സേക്ക് ആരാധനയുള്ള നാടാണല്ലോ ഇത്. അപ്പോൾ അവിടെ ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്ന കുട്ടികളെ, കൊച്ചുമക്കളുടെ പ്രായമുള്ളവരാണെങ്കിൽ കൂടിയും ഇതുപോലെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നേ ഇല്ലെന്ന് ആർക്കാ. പക്ഷെ അത് പുറത്തു പറയാനുള്ള ഒരു ഒഡാസിറ്റി, ഒരു പുറത്തു പറയാനുള്ള ഉളുപ്പില്ലായ്മ കാണിച്ച ഒരുത്തൻ അത് പറഞ്ഞിട്ട് അത് മാത്രമാണോ? റേപ്പ് മോങ്കറിങ് നടത്തിയ മഹാവൃത്തികേട് പറഞ്ഞ കൊച്ചുമക്കളുടെ പ്രായമുള്ള പിള്ളേരോട് മഹാവൃത്തികേട് പറഞ്ഞ ഒരുത്തൻ അത് പറഞ്ഞതിന് അന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് വീട്ടിൽ കിടന്നുറങ്ങുന്നു, മൂന്നാം നാൾ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഈ രാത്രിയും വീട്ടിൽ കിടന്നുറങ്ങുന്നെങ്കിൽ നമ്മൾ കേരളം എന്ത് കാര്യം? ശ്രീ രാജീവ് പി നായർ തൂക്കിവാരി അകത്തിടണ്ടേ? അല്ലല്ല, നോക്കൂ, അതിനുള്ള കേസ് എടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിന് ആ പരാതി വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുത്തു. ആ കേസെടുത്തിട്ട് അതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോകും. ഇപ്പോൾ പ്രശ്നം ഇത് കേവലം ഈ പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല, മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വഷളൻ്റെ മാത്രമല്ല, BJPക്കകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും RSSൻ്റെ മുഴുവൻ ആൾക്കാരുടെയും തീവ്രവാദികളുടെയും മനോഭാവമാണിത്. ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ മനോഭാവമാണ്. അവർ സ്ത്രീകളെ നോക്കൂ, ഈ നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ഉൾപ്പെടെ നോക്കൂ. സ്ത്രീകളെ, കുട്ടികളെ എങ്ങനെയാണ് ആ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ജനാധിപത്യപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ മാർഗത്തിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ഒന്നും കാണിച്ചു കൊടുക്കൂ. സ്ത്രീകളെ കടന്നു പിടിക്കുകയാണ്, അവരുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തിവെറ്റ് കുത്തുകയാണ്, വെറുതെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കരണക്കുറ്റിക്കടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഈ BJP കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ചെയ്യുമോ? അതാണ് ഇവിടെ പ്രശ്നം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവരുടെ രാഷ്ട്രീയം ഇതാണ്.
ഇത്തരത്തിലുള്ള ഹെയ്റ്റ് മോങ്കറിങ് നടത്തിയാൽ, ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചാൽ അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടും എന്നുള്ളതിന് തെളിവല്ലേ പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്? ഇതിലപ്പുറം വേറെ എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? ഒരു ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന കുട്ടി, അവരെ ബലാത്സംഗം ചെയ്ത കൂട്ടബലാത്സംഗത്തിൻ്റെ പ്രതികളെ കോടതിയുടെയും അതുപോലെ തന്നെ മറ്റേ CBIയുടെയും എല്ലാം എതിർപ്പിനെ മറികടന്ന് അവർക്ക് ഇത് കൊടുക്കുകയാണ്, ശിക്ഷ ഇത് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതിനെ ന്യായീകരിച്ച ഒരു വഷളനെ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ബലാത്സംഗത്തിലൂടെ ഇവർക്ക് ഹിന്ദുത്വം കൊണ്ടുവരാമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരും വിഡ്ഢികളാണ് ഇവർ. അത് പുതിയ തലമുറയുടെ പറ്റില്ല. ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്, ലൈംഗികമായി സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്, അവരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആയുധമാണിത്. ഇവർ ചിന്തിക്കണം, ഇവർ ഏത് തലമുറയിലാണ് ജീവിക്കുന്നത്, ഇവർ ഏത് തലമുറയിൽ. നമ്മുടെ കുട്ടികളെ എന്താ ഇയാൾ ഇരുന്നിട്ട് പറയുന്നത്? രാഷ്ട്രീയം പറയണമെങ്കിൽ രാഷ്ട്രീയം പറയണം. നിങ്ങൾ തോന്നിയ ദിവസം പറയാനൊന്നും ഇത്തരത്തിലുള്ള ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ കോൺഗ്രസ്സുകാരാണ്. രാജ്യത്തെ ഞാൻ പറഞ്ഞുതരാം, ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന അത് ഈ പറഞ്ഞ രാംപുനിയാനി ഡോക്ടർ രാംപുനിയാനെ പോലെയുള്ളവർ ഈ പറയുന്ന എന്താണ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് സവർക്കർ എഴുതിയതിൽ അതിനകത്ത് ഈ പറയുന്ന റേപ്പിനെ ടൂളാക്കി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ്. അത് കണ്ടെത്തപ്പെട്ട ഒന്നല്ല. താങ്കൾ പറയുന്നത് ആദ്യമായി ആരോപണമല്ല. ഡോക്ടർ രാംപുനിയാനി പറയുന്നുള്ള കാര്യം റേപ്പ് ആസ് എ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് അദ്ദേഹത്തിന് ആരോപണമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെന്നില്ല. ഈ രാജ്യത്തെ നമ്മൾ പുസ്തകങ്ങളിലേക്കൊന്നും പോകണ്ട, നമ്മൾ പുസ്തകങ്ങളിലേക്കൊന്നും പോകണ്ട. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചത് 2002-ലാണ്. ആ 2002 ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത കൂട്ടബലാത്സംഗങ്ങളാണ്. ബജറംഗ് ദളിന്റെ നേതാവ് ഉൾപ്പെടെയാണല്ലോ കൂട്ടബലാത്സംഗം ചെയ്തു. അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരെ, അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാർക്ക് CBIയുടെ പോലും എതിർപ്പിനെ മറികടന്ന് അവരെ തുറന്നുവിട്ട ഗവൺമെന്റ് ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാണ്ട് എന്താ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാണ്ട് എന്താ? നിങ്ങൾ ബലാത്സംഗികളുടെ വക്താക്കന്മാരാണ്. നിങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ബലാത്സംഗം. അത് ശ്യാമരാജ് അറിയാൻ പാടില്ല. ശരി, രാജുപിതാറിന്റെ ആരോപണം ഗുരുതരമായ ആരോപണമാണ്. അതിന് മറുപടി ഞാൻ താങ്കളിലേക്ക് എത്തും. രാജുപിതാർ ഒന്ന് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. സജ്ജൻകുമാർ ജസ്റ്റ് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. ഈ രാജുപിതാരുടെ MP സിക്കുകാരെ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ. ഹിന്ദുത്വ തീവ്രവാദികളുടെ താങ്കളെ പറ്റിയല്ല പറയുന്നത് ശ്യാമരെ, താങ്കളെ പറ്റി താങ്കളുടെ പാർട്ടിയെ പറ്റിയല്ല പറയുന്നത്. ഹിന്ദുത്വ തീവ്രവാദികളുടെ അല്ല ശ്യാമരെ, താങ്കളെ പറ്റി താങ്കളുടെ പാർട്ടിയെ പറ്റി അല്ല പറയുന്നത്. രാജുപിതാർ നിങ്ങൾ തീവ്രവാദിയാണോ? അല്ല താങ്കളെ പറ്റി താങ്കളുടെ പാർട്ടിയെ പറ്റി അല്ല രാജുപിതാർ പറയുന്നത്. നിങ്ങൾ തീവ്രവാദിയാണോ? ഗോഡ്സെ അനുകൂലികളെ പറ്റിയാ പറയുന്നത് രാജുപിതാര്. അല്ല ഗോഡ്സെ അനുകൂലികളെ പറ്റിയും സവർക്കറുകളെ പറ്റിയാ പറയുന്നത് രാജുപിതാർ. നിങ്ങളെ പറ്റിയല്ല പറയാൻ പറ്റില്ല. വ്യക്തികളെ കുറിച്ചിട്ട് പറയും. നിങ്ങൾ വ്യക്തികളെ കുറിച്ചിട്ട് പറയുന്നത് എന്തിനാ? അങ്ങനെയെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നത് സജ്ജൻകുമാർ നിൽക്കുന്ന സജ്ജൻകുമാർ ഇവരുടെ MP ആയിരുന്നില്ല, ജയിലിൽ കിടക്കൂല, പാവപ്പെട്ട സിക്കുകാരെ കൊന്നുകളഞ്ഞിട്ട്. അയാളുടെ രാഷ്ട്രീയമല്ലേ ശ്യാമരാജ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെ കൊണ്ടുപോയത്? അയാളുടെ രാഷ്ട്രീയമല്ലേ ശ്യാമരാജ് ഡിഫെൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ MP ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആയുധമാണ് ബലാത്സംഗം. ഈ രാജ്യത്ത് നിങ്ങളുടെ കാലഘട്ടത്തില് ഹിന്ദുത്വ തീവ്രവാദികളുടെ നിങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ എത്രയാ? അല്ല ശ്യാമരാജ്, ഈ പറയുന്ന TG നന്ദകുമാർ എന്ന് പറഞ്ഞൊരു വഷളൻ
അല്ല ശ്യാമരാജ് ഒറ്റ മിനിറ്റ് ടി ജി എന്ന് പറയുന്ന ഒരു വഷളൻ, അയാൾ അഭിഭാഷകനാണ്, അയാളെന്തോ പഴയ എഞ്ചിനീയറാണ്, അയാൾ BJP വേണ്ടി പണ്ട് ചർച്ചയ്ക്ക് വന്ന ആളാണ്, BJP മുൻ ബൗദ്ധിക് സെൽ കൺവീനറാണ്. അയാൾ പറഞ്ഞ അങ്ങേയറ്റത്തെ വൃത്തികേട് അത് RSS തള്ളി പറഞ്ഞാലും അതിന്റെ പാപക്കറ നിങ്ങളെ മുകളിൽ മാറുമോ ശ്രീ ശ്യാമരാജ്? ഈ രാജു പി നേരം അതാണ് പറഞ്ഞത്. ഐഡിയോളജിക്കലാണ് സംസാരിച്ചത്, കോൺഗ്രസ് തീവ്രവാദികളാണ്. ഐഡിയോളജിക്കലാണ് സംസാരിക്കുന്നത്, കോൺഗ്രസ് തീവ്രവാദികളാണ്. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി എന്താ ഇത്? ശരിയാണ്, സവർക്കറിന്റെ പുസ്തകമുണ്ട്, അതിനകത്ത് ഈ പറയുന്ന എന്താ പെർവേർട്ടഡ് ഷിവൾറി എന്ന് പറഞ്ഞ തലക്കെട്ടുണ്ട്. ആ തലക്കെട്ടിൽ ഈ പറഞ്ഞ കല്യാൺ ഗവർണറുടെ മകളെ കൊണ്ടുവന്ന് വെറുതെ വിട്ടതിനകത്ത് സവർക്കറിന് ഭയങ്കര ഇഷ്ടക്കേട് കാണിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളൊരു അത് വേറെ ഡിബേറ്റ് ടോപ്പിക്കാണ്. രാജു പി നായർ ഈ TG പറഞ്ഞ വഷളവർത്താനം വെച്ച് മാത്രം പറഞ്ഞതല്ല, ഇന്നലെ പ്രിയങ്ക ഗാന്ധി സഭയിൽ പറഞ്ഞതാണ്. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയുന്നു, പുതിയ വരുന്ന വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത് ഈ പറയുന്ന വിവസ്ത്രയെ അവിടെ ഉപേക്ഷിക്കുന്നു, കൂടെയുള്ള 11 പേരെ കൊല്ലുന്നു, കൂടെയുള്ള കുഞ്ഞിനെ കാലവാരി ഈ പറഞ്ഞ പാറക്കല്ലടിച്ച് കൊന്നു കളഞ്ഞ പ്രതികൾ നല്ല നടപ്പെടുത്ത് പുറത്തോട്ട് വിട്ടപ്പോൾ അതിനെ അനുകൂലിച്ച ആളാണ് ഇന്ന് രാജു പി നായർ പറയുകയായിരുന്നു, പ്രിയങ്ക ഗാന്ധി പറയുകയായിരുന്നു. സത്യമാണ് ഹാഷ്മി, അങ്ങനെയല്ല അതിനകത്ത് കാര്യം അങ്ങനെയല്ല. അതായത് പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം ആ സമയത്ത് എന്താണ് കോടതിയുടെ നടപടി എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഹാഷ്മി, ഒരു കാര്യം, ഒരു ചർച്ചയ്ക്ക് എത്രമാത്രമാണെങ്കിലും രാഷ്ട്രീയം പറയാൻ വേണ്ടി തയ്യാറാണ്, ഒരു ചർച്ചയ്ക്ക് എത്രമാത്രമാണെങ്കിലും ഐഡിയോളജി പറയാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ ഇമാതിരി നോക്കി, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വംശീയ കൂട്ടക്കൊല നടന്നിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം നടക്കുന്നത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. സിഖുകാരുടെ വീടിന് എസ് നമ്പരും മാർക്ക് വിട്ടിട്ട് ഇവർ വോട്ടർ പട്ടിക വെച്ചിട്ട് ആൾക്കാരെ സിഖുകാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, കഴുത്തിൽ ടയർ ഇട്ടിട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം കൊലപാതകം ചെയ്തിട്ടുള്ള, വംശീയ കലാപം നടത്തിയിട്ടുള്ള, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സമരം ചെയ്തപ്പോൾ വെടിവെച്ച് കൊന്നിട്ടുള്ള 1966 വെടിവെച്ച് ഡൽഹി സമരത്തിൽ വെടിവെച്ച് കൊന്നാണ് സമരക്കാരെ. 94 മധ്യപ്രദേശിൽ വെടിവെച്ച് കൊന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ സർക്കാർ കർഷകരെ. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ട് അയാൾക്ക് വായി തോന്നിയെല്ലാം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ട് ഹാഷ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നതല്ല ഞങ്ങളുടെ ഐഡിയോളജിയും വിളിച്ചു പറയാമെന്നിരുന്ന നടക്കൂല ഹാഷ്മി. ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. മാന്യതയ്ക്ക് നിരക്കാത്ത, മര്യാദയ്ക്ക് നിരക്കാത്ത ചർച്ചകൾ ഞാൻ ബഹിഷ്കരിക്കുന്നു. രാജു പി നായർ പറഞ്ഞത് ഗോഡ്സെ, രാജു പി നായർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയാണ്, അങ്ങേ പറ്റി അല്ല, അങ്ങയുടെ രാഷ്ട്രീയത്തെ പറ്റി അല്ല. രാമരാജ് പിണങ്ങി പോലെ, രാമരാജ് പിണങ്ങി പോലെ ആ പോയി. രാജു പി നായർ, താങ്കൾ ശ്യാമരാജിന്റെ രാഷ്ട്രീയത്തെ കളിയാക്കി എന്നാണ് പറയുന്നത്. ചരിത്രം അറിയാത്തവർ, ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ചരിത്രം അറിയാത്തവർ ഇത്തരത്തിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കരുത്. സ്വന്തം ചരിത്രം പഠിക്കണം. അവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. VD സവർക്കർ ഇവർ RSS ആയിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ സവർക്കറിന്റെ മുഴുവൻ ചിന്താധാരയും കൊണ്ടു നടക്കും, തലയിൽ കൊണ്ടു നടക്കും. TG മോഹൻദാസിനെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ RSSന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവർക്ക് ഏറ്റവും കൂടുതൽ RSS പ്രൊമോട്ട് ചെയ്യുന്നവർ അറിയാലോ. ഈ ശശികലയും RV ബാബു ഒക്കെ ഉണ്ടാക്കുന്ന വർഗീയ വിഷയം എത്രമാത്രമാണ് ഇവരെ ഏറ്റെടുക്കുന്നത്. ഇവരെന്നിട്ട് എന്ത് പറയും, നോർമലൈസ് ചെയ്യും. ഇത് ഇവർ കാണിക്കുന്ന ഡബിൾ ഗെയിമാണ്. ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിൽ സവർക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 1963 അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന റേപ്പ് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, ഈ സമീപകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള അക്രമങ്ങളിൽ, കലാപങ്ങളിൽ ഇതിലെല്ലാവരും സ്ത്രീകളെ രക്ഷപ്പെട്ടാണ്. ബിൽക്കിസ് ബാനു കേസ് എന്താണെന്ന് പഠിക്കണ്ടേ? ഇന്ന് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ടല്ലോ. ആ ബിൽക്കിസ് ബാനു കേസിൽ അവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ നിലപാടെടുത്തു? ആ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ സാധൂകരിച്ച ഒരാൾ ഇന്ന് ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ മന്ത്രിയായി മാറുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണത്തിനപ്പുറം എൻ്റെ അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് എൻ്റെ അഭ്യർത്ഥന, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ ഒരു കുട്ടി പറയുന്ന വാക്ക് കേൾപ്പിക്കണം. അവർ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ഒരു റേപ്പിനെ ന്യായീകരിച്ച ഒരാളെ ഞങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ജെൻസി കുട്ടി ഈ കഴിഞ്ഞ ദിവസം നടന്ന സംവാദ പരിപാടിയിൽ ചോദിച്ച് എടുത്ത് കേൾപ്പിച്ചു കൊടുക്ക് ഇവരോട്. അപ്പം ഇവർക്കാവശ്യം അത് തന്നെയാണ്. ഇവർക്കാവശ്യം ഹിന്ദുത്വ തീവ്രവാദ, ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം പറയാൻ പറയുന്ന മനുഷ്യനെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ലൈംഗികമായി വരെ അവരെ അധിക്ഷേപിക്കുന്ന ആൾക്കാരെ ഇവരെ പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ പോലീസ് മോഹൻദാസിന്റെ വർത്തമാനം കേട്ട എന്താണ് മോഹൻദാസ് അത് വളരെ കൂളായി പറയാണ്. ഏതെങ്കിലും തരത്തിൽ
ഏതെങ്കിലും തരത്തിൽ സംശയമായിട്ടോ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷനോടോ ഒന്നുമല്ല, വളരെ കൂളായി പറയാണ് അവർ റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്, കൂട്ടമായി റേപ്പ് ചെയ്താൽ അവർ പരാതി പറയില്ല എന്നൊക്കെ ചിരിക്കുകയാണ്. എന്നിട്ട് ശ്രീ പ്രശാന്ത് പത്മനാഭൻ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഉള്ളിൽ അങ്ങനെയൊക്കെ കരുതുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അധമ ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊരു ജനാധിപത്യ സമൂഹത്തിൽ കേരളം പോലും സംസ്ഥാനത്ത് നിന്ന് പുറത്തു പറയുന്നെങ്കിൽ ആ നാവിന് പൂട്ടിടണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ഇതുള്ളിലുള്ള ആൾക്കാർക്ക് പുറത്ത് ഈ വിഷം തുപ്പാനുള്ള പ്രേരണയാവും. തൂക്കി അകത്തിടണം. പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും നമ്മളെ ക്രിമിനൽ ലോ ആർക്ക് വേണമെങ്കിലും അത് ചലിപ്പിക്കാമെന്ന് പറയും. എനിവൺ ക്യാൻ സെറ്റ് ദി ക്രിമിനൽ ലോ ഇൻ മോഷൻ. ഒരു FIR ഫയൽ ചെയ്യുക, ഇതുപോലെ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ്, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റം ചെയ്യാൻ പ്രേരണ നൽകുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയോ ആ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരങ്ങളെ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ ആരോടെങ്കിലും വയലൻസ് അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രട്ടൺ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള സംസാരത്തിന് തീർച്ചയായിട്ടും നിയമത്തിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട്. അതിൽ ആർക്ക് വേണമെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. പോലീസ് മെഷീനറി ഉണർന്ന് പ്രവർത്തിക്കും. ഇതിപ്പോ ഞാൻ ഒരു വ്യക്തിയെ പറ്റി ഞാൻ ജനറൽ ആയിട്ട് പറയാം. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തില് ഈ വെറുപ്പിന്റെയും വിഘടനത്തിന്റെയും ഒക്കെ ഈ വെറുപ്പ് വിതയ്ക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരാള് എവിടെയോ അമ്പലങ്ങളിൽ ആഘോഷം നടക്കുമ്പോൾ അവിടെ വെറുപ്പ് വിതയ്ക്കണം എന്ന് പറയുന്ന ഒരാൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പോലീസ് ആക്ഷൻ വന്നിരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, ഇപ്പൊ ഈ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അവിടെ പോയത്. അത് മാത്രമല്ല, ഗവൺമെന്റ് പോലും തിരിച്ചറിഞ്ഞ ഒരു കാര്യം, അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല മാതാപിതാക്കളുടെയും ഈ ട്രഡീഷണൽ ആയിട്ട് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ മക്കളൊക്കെയാണ് പോയിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പൊ ആ ഗവൺമെന്റിന് തിരിച്ചറിവുണ്ടായി അവിടെ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതും വോട്ട് ബാങ്ക് ചോർന്നു പോകുന്നുണ്ടെന്നുള്ളതും പരമ്പരാഗതമായിട്ട് തങ്ങൾക്കൊപ്പം നിന്ന് ആൾക്കാരുടെ തന്നെ അടുത്ത തലമുറ എതിരാണെന്നുള്ള ബോധം വന്നിട്ട് പോലും അത് തിരിച്ചറിയാത്ത ഒരു പഴഞ്ചൻ തലമുറയിൽപ്പെട്ട ഒരാളുടെ എന്തോ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ് അത് അവോയ്ഡ് ചെയ്യുന്നതും കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു ഇതിനകത്ത് വേറൊരു കാര്യം, നേരത്തെ ശ്യാംരാജ് പിണങ്ങിപ്പോയപ്പോൾ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ നിയമത്തിലൊരു വാക്കുണ്ട്, നോസിറ്റർ അസോസിയസ് എന്ന് പറയും. അതായത് ഒരു ആള് ആരുടെ കമ്പനിയിലാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അയാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയും. പണ്ട് 2018 ജയന്ത് സിൻഹ ഇതുപോലെ തന്നെ ഒരു കൊലപാതക കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുകള് ബെയിൽ കിട്ടി പുറത്തു വന്നപ്പോൾ അവർക്ക് പോയി മാലയിട്ടു. അദ്ദേഹം ശ്രീ മോദി ഗവൺമെന്റിലെ ഒരു മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ രണ്ടാമത്തെ റീഷഫിൾ വന്നപ്പോൾ മന്ത്രിയായില്ല ജയന്ത് സിൻഹ. വേറെ മായ കൊതനാനി എന്ന് പറയുന്ന ഒരു മന്ത്രി നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അവരെ 28 വർഷമാണ് SIT സ്പെഷ്യൽ കോടതി ഗുജറാത്ത് റൈറ്റില് ശിക്ഷിച്ചത് ഈ കൊലപാതക കുറ്റത്തില്. പക്ഷെ പിന്നീട് ഹൈക്കോടതി വന്നപ്പോൾ ഈ സംശയാതീതമായിട്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെളിയിൽ വിട്ടു. അവര് മന്ത്രിയായിരുന്നു. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ ഇതുപോലെ തന്നെ പാർലമെന്റിൽ വന്നപ്പോൾ എല്ലാവരും കൂടി സ്വീകരിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറ്റകൃത്യം ഇതെല്ലാവരും കൂടെ ഞങ്ങൾ അതെന്തോ ആഘോഷിക്കുന്ന പോലെ ഒരു പാട്രിയാർക്കിയുടെ ഒരു വലിയ ഫോമാണത്. ഇത് പ്രാകൃതമായിട്ടുള്ള ആചാരമാണ്. അതിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേത് ഇതിന്റെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും പ്രാകൃതമായിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഒരു ഇതാണ്, ഈ ശത്രുവിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജാവിന്റെ ഭാര്യയെ സ്വന്തം ഇതാക്കി മാറ്റുക, റേപ്പ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയുടെ ഇതിന്റെ വ്യക്തിവൈരാഗ്യത്തിന്റെ അതിലുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ആറമ്പൽ ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വീട്ടുകാർ BJPക്കാരാണ് എന്ന് പറഞ്ഞാൽ വളരെ സജീവ BJPക്കാരാണ്. ഡൽഹി കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണ് ആ കുട്ടി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ എത്ര BJPക്കാർ മക്കൾക്ക് തല്ലുകൊണ്ടു. അവിടെ ജനാധിപത്യത്തിൽ ചർച്ചകൾ ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വലിയ വാക്തർക്കങ്ങൾ ഉണ്ടാകും, നേരത്തെ ഉണ്ടാകുന്ന പിണക്കം പോലെ ഇറങ്ങിപ്പോക്കുകളൊക്കെ ഉണ്ടാകും. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്, സംവാദത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ നേരത്തെയുള്ള ഇന്റലക്ച്വൽ സെൽ മുൻ കൺവീനർ പറഞ്ഞ പോലുള്ള വൃത്തികേടുകൾ, തമ്മാടിത്തരങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് കേൾക്കാൻ കഴിയില്ല, അതിലൊരു ചർച്ചയുമില്ല. അതിനോട് നോ ടോളറൻസ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.